പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം ഓരോരുത്തരുടെയും ജീവിതകഥ എടുത്താൽ ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ആ വെല്ലുവിളികൾ നമ്മളെ ബാക്കിയാക്കിയിട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കുറച്ച് വേദനകൾ ബാക്കിയാക്കിയിട്ട് പോകും. ഞാനൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ വരുന്ന ചില നഷ്ടങ്ങൾ, ചില കഷ്ടങ്ങൾ നാം സഹിച്ചേ പറ്റൂ. അതിൽ കൂടി കടന്നു പോയേ പറ്റൂ. അതിന് നമ്മെ സഹായിക്കുന്ന ഒരാളുണ്ട്, യേശു കർത്താവ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 119:50, സാം 119:50. നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസം ആകുന്നു. കഷ്ടത വരത്തില്ല എന്ന് പറയുന്നില്ല, കഷ്ടത വരും. പക്ഷേ കഷ്ടതയിൽ നാം തളർന്നു പോവും, നാം മയങ്ങി വീണു പോവും ചില സമയത്ത്. പക്ഷേ അവിടെ ആശ്വാസം തരുന്ന ഒരു ദൈവമുണ്ട്. താൻ എങ്ങനെയാണ് ആശ്വാസം തരുന്നത്? തൻ്റെ വചനത്തിൽ കൂടെ. ആ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. പ്രൈസ് ഗോഡ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീനെന്നാണ് യേശു കർത്താവ് സുവിശേഷങ്ങളിൽ കൂടി നമ്മളോട് പറയുന്നത്. ട്രബിൾസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്, നമുക്ക് സ്ട്രഗിൾസ് വരും, ഹർട്ട് വരും, പെയിൻ വരും. ഈ സൊസൈറ്റിയിൽ പാപമങ്ങ് ഒരു ഡോമിനൻ്റ് കാര്യമായിട്ട് തീർന്നിട്ട് അത് കൊണ്ടുവരുന്ന ആഫ്റ്റർ എഫക്റ്റും സൈഡ് ഇഫക്റ്റും ഇമ്പാക്റ്റും പലരുടെയും ജീവിതത്തിൽ, നിഷ്കളങ്കമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിലും വേദനയുടെ അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുന്നില്ലേ? പ്രൈസ് ഗോഡ്. കൂട്ടമായിട്ടുള്ള വേദനകൾ കടന്നു വരും. അതായത് ഒരു ട്രാജഡി, അതിൻ്റെ പുറകെ വേറൊരു ട്രാജഡി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നത് ഭയമാണ്. കാരണം ദൈവമേ, ഇനി എന്ത് ബാഡ് ന്യൂസാണ് ഞാൻ കേൾക്കാൻ പോകുന്നെന്നുള്ള ചിന്ത നമ്മളെ കയറി ഭരിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഓരോ ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, പല വിധത്തിൽ കടന്നു വരും. എന്നാൽ ചില ദുഃഖകരമായ വേർപാടുകൾ നമുക്ക് സഹിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവസന്നിധിയിൽ ഉള്ള നന്മകൾക്ക് നന്ദിയുള്ളവരായി ജീവിച്ചാൽ നമുക്ക് അല്പമെങ്കിലും ഒരു റിക്കവറി ലഭിക്കുമെന്നുള്ളത് വാസ്തവമാണെങ്കിലും അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവവചനവും പരിശുദ്ധാത്മാവും മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ തിയോളജിക്കൽ പൊസിഷനിൽ നിന്നൊന്നുമല്ല സംസാരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഞാൻ വേദനയെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ എനിക്കറിയാം, എൻ്റെ മനസ്സിൽ ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കി തന്ന ചില ചിന്തകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളൊന്നും അത് മാറ്റിക്കളവാനിടയാകത്തില്ല. എന്നാൽ ചിലരുടെ ജയകരമായി പുറത്തു വന്ന അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് അവർ അഡ്രസ്സ് ചെയ്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും. ദൈവമക്കളെ, വിത്ത് ഡിഗ്നിറ്റി ജീവിതത്തിൻ്റെ ഡിഫിക്കൽട്ടീസിനെ ഫേസ് ചെയ്യുവാൻ, വിത്ത് ഗ്രേസ് ഓരോന്നിനെയും ഓവർകം ചെയ്യുവാൻ ഈ ഭൂമിയിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നമ്മൾ വചനത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, ഓരോ ഡിവോഷൻസൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മളെ അതിനുവേണ്ടിയൊക്കെ നല്ലതായി എക്യുപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് പ്രോമിസസ് തരും ദൈവവചനത്തിൽ കൂടെ. അത് വേദനയിൽ നിന്നും ട്രബിളിൽ നിന്നും നമുക്കൊരു ഗ്യാരണ്ടി തരുമല്ല, കുഞ്ഞെ നിനക്ക് ഇനി ഇതൊന്നും വരത്തില്ലെന്ന്. എന്നാൽ വേദനയോടൊപ്പം തന്നെ ചില നല്ല വാഗ്ദത്തങ്ങൾ ദൈവം തരുന്നത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. അവൻ നമുക്ക് വിക്ടറി തരും. നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളിയെ കൊണ്ടുവരുന്ന
അതിനെയൊക്കെ കർത്താവ് തുടച്ചു മാറ്റും. എന്നാൽ ഈ സ്പിരിച്വൽ അഡ്വെഞ്ചർ നമ്മുടെ ജീവിതത്തിലുള്ളതില്ലേ, നാം മരുഭൂമിയുടെ അനുഭവങ്ങളിൽ കൂടിയൊക്കെ പാസ് ചെയ്യുമ്പോൾ പച്ചയായ മനുഷ്യരാണ് നാം. നമുക്ക് ചിലപ്പോൾ മിസ്രൈമിലേക്കൊന്നങ്ങ് മടങ്ങിപ്പോയാലോ എന്ന് തോന്നും. കാരണം മരുഭൂമിയിൽ കൂടി അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഇസ്രായേൽ മക്കൾ ഓർത്തതാ, അയ്യോ ഈ ഹാർഡ്ഷിപ്സൊക്കെ ഫേസ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് നല്ലത് അങ്ങ് മടങ്ങിപ്പോയാലോ എന്ന്. തന്നെയുമല്ല, വിൽഡർനെസ്സിൽ നമ്മൾ പലപ്പോഴും ആപത്തും അപകടവും ഒക്കെ ഓർത്ത്, ശത്രുവിൻ്റെ ആക്രമണം ഓർത്ത് നാം അൺപ്രൊഡക്റ്റീവായിട്ട് മാറിപ്പോകും. നമ്മൾ പലപ്പോഴും സ്റ്റക്കായിപ്പോകും. നാം എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ മേലാത്ത ചിന്തയിൽ നാം കുഴഞ്ഞു പോകും. എന്നാൽ നമ്മുടെ ഡെസ്റ്റിനി അവിടെ ഒന്നും നാം വൈൻഡപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഫേസ് ചെയ്യുന്ന സംഗതികൾ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ വിളിയെ നമ്മൾ ഓർത്ത് എനർജി സംഭരിച്ചെടുത്ത് മുന്നോട്ട് പോകണം. നല്ല വിശ്വാസം, നല്ല മനസ്സാക്ഷി യേശുകർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ നമുക്ക് തരും. അത് നമുക്ക് പ്രാപിച്ചു കഴിഞ്ഞാൽ വേദനയൊന്നും വലിയ കാര്യമല്ല ദൈവമക്കളെ. ഒന്നും നമ്മളെ വേദനിപ്പിക്കത്തില്ല. ലൈഫ് വിൽ ബി എ കേക്ക് വാക്ക്. വിശ്വാസം കളയരുതേ. കർത്താവിനോടുള്ള അനുസരണ മനോഭാവം ജീവിതത്തിൽ വിട്ടുകളയരുതേ. അവനെ സ്നേഹിക്കുക, അവനെ സെർവ് ചെയ്യുക. അത്രയും നല്ലൊരു കാര്യം ലോകത്തിൽ നമുക്ക് ഇല്ല. പ്രൈസ് ഗോഡ്. ലോകത്തിലെ യാതൊരു നുണയും പിശാച് പറയുന്നത് നമ്മെ സ്വാധീനിക്കാൻ ഇടയാകരുത്. നാം നമ്മെ അറിഞ്ഞിരിക്കണം, നാം നമ്മുടെ ദൈവത്തെ അറിഞ്ഞിരിക്കണം. നമ്മളൊക്കെ മറ്റുള്ളവർക്ക് ഒരു ആത്മീയ മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് വിളിച്ചവരാണ്. ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, മത്സരമുണ്ട്, ഉപദ്രവമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ഈ ലോകത്തെ സ്നേഹം കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ താണിരിപ്പാൻ ഒക്കെ നമുക്ക് കഴിയുമോ? അതോ നാം വാശിയുള്ളവരായിട്ട് തീരുമോ? പ്രൈസ് ഗോഡ്. സത്യം നമ്മളെ എപ്പോഴും സ്വതന്ത്രരാക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം പറയുന്നത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ആ ജീവിതമല്ലേ നമുക്ക് വേണ്ടത്? സ്വാതന്ത്ര്യമുള്ളൊരു ജീവിതമല്ലേ നാം ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം റോമാ സഭയ്ക്ക് വേണ്ടി എഴുതിയപ്പോൾ താൻ ഇങ്ങനെ പറയുവാനായിട്ടിടയായി. റോമൻസ് 5-ാം അധ്യായം, റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 2, 3 and 4. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പകർന്നിട്ടുണ്ടോ ദൈവ പൈതലേ? പ്രൈസ് ഗോഡ്. വളരെ സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ സത്യങ്ങൾ നാം ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എല്ലാത്തിനും ദൈവകൃപയെ ആഗ്രഹിച്ചു, അതിലാശ്രയിച്ചു. സിവിയർ ഡിപ്രഷനിലേക്ക് പോകാവുന്ന അനേക സംഭവങ്ങൾ കടന്നു വന്നപ്പോഴും നമുക്ക് ആര് പറയുന്ന ഷുഗർ കോട്ടഡ് വേർഡ്സും ഒരാശ്വാസമാകത്തില്ല. എന്നാൽ ഓരോ മച്ചുവേർഡായിട്ടുള്ള ക്രിസ്ത്യൻസിനെ പോലും ഒന്നുകൂടി ഉറപ്പിക്കുവാൻ പൗലോസ് കടന്നുപോയ അനുഭവങ്ങൾ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. താൻ എപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് ധൈര്യത്തോടെ തൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യേശു കർത്താവ് എന്തിനു വേണ്ടി കഷ്ടം സഹിച്ചു എന്ന് താൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ദൈവപൈതലേ, ഇന്നിപ്പം നിൻ്റെ ഹൃദയം വിഷമിച്ചാണോ ഇരിക്കുന്നത്? കലങ്ങിയാണോ ഇരിക്കുന്നത്? നീ നല്ല വ്യക്തിയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ട് നിനക്കിത് വന്നു എന്ന് നീ ചോദിക്കാതെ ദൈവരാജ്യത്തിൽ നീ ഒന്നുകൂടെ അഡ്വാൻസ് ചെയ്യുക, ഒന്നുകൂടെ നീ മുന്നേറ. അനേക വിശ്വാസികളുടെ ഒരു വിശ്വാസം, ദൈവത്തെ ഫോളോ ചെയ്താൽ, അവനെ സെർവ് ചെയ്താൽ, അവനെ സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ദേ ആർ നോട്ട് സപ്പോസ് ടു ഹേർട്ട്. അല്ല ദൈവപൈതലേ, ഈ ഭൂമിയിൽ കഷ്ടത നിറഞ്ഞിരിക്കുക, ട്രബിൾസ് ഉണ്ട്. എന്നാൽ റിയാലിറ്റിയിൽ നമുക്ക് എല്ലാ പെയിൻഫുൾ സിറ്റുവേഷനെയും സ്പിരിച്വലൈസ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് പറ്റും. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒരുങ്ങണം. അനേകർ ഈ ലോകത്തിൽ സിക്കായിട്ട് തീരാറുണ്ട്, മരിക്കാറുണ്ട്, അബ്യൂസ്ഡ് ആകാറുണ്ട്, വിശക്കാറുണ്ട്, ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട്, ആക്സിഡൻറ്റുകൾ ഉണ്ടാകാറുണ്ട്, കരിയേഴ്സിൽ തോൽവി വരാറുണ്ട്, ഒറ്റപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീരുന്ന. അങ്ങനെ ധൈര്യപ്പെട്ടൊരു ജീവൻ നയിപ്പാൻ തക്കണം സ്വർഗത്തിലെ ദൈവം എല്ലാ സിനാറിയോസിൻ്റെ മുമ്പിലും നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ധൈര്യത്തോടെ ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കണം ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു, നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.